Hi students, partners capital account under fixed capital method ആണ് ഞാനിവിടെ പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യുമ്പോൾ രണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ രണ്ട് ലെഡ്ജറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ആ പേരിൽ തന്നെയുണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം എന്നില്ല. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ ബാലൻസ് മാറും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഫിക്സഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഹെഡിങ് കൊടുക്കണം. ഒരു പേജിന് രണ്ട് ഭാഗമാക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റർ മേലെ ഇട്ടു, ഇവിടെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റർ മേലെ ഇട്ടു. ദെൻ പാർട്ടിക്കുലേഴ്സ് കോളം ABC എന്ന് പറഞ്ഞിട്ട് 3 പാർട്ട്ണറെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണറുടെ പേര് പറയുകയാണെങ്കിൽ പേരിട്ട് കൊടുക്കാം. ഈ 3 കോളത്തിലും അവരുടെ എമൗണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ദെൻ പാർട്ടിക്കുലേഴ്സ് ABC 3 പാർട്ട്നേഴ്സിൻ്റെ പേര്. അപ്പോൾ ഇതെങ്ങനെയാണ് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റ് നോക്കുക. അതായത് മുന്നത്തെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കാണാം. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ 3 പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ടും ഉണ്ടായിരിക്കും. ആ 3 പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ടുമാണ് ഇവിടെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി പുതുതായിട്ട് വേറെ ആ വർഷം തന്നെ അഡീഷണൽ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് കൊണ്ടുവരുവാണെങ്കിൽ അത് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്നിട്ട് ഇട്ട് കൊടുക്കണം. അത് എല്ലാ പാർട്ട്നേഴ്സും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മാത്രമേ എല്ലാ പാർട്ട്നേഴ്സിൻ്റെ കോളത്തിലും ഇട്ട് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ കൊണ്ടുവന്ന പാർട്ട്ണർ ഇപ്പം B ആണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബിയുടെ കോളത്തിൽ മാത്രമേ ഇവിടെ എമൗണ്ട് ഇട്ട് കൊടുക്കുള്ളൂ. മറ്റ് 2 കോളവും ഇല്ലാക്കി വെക്കണം. ഓക്കെ, അഡീഷണൽ ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റലിന് ഏതെങ്കിലും പാർട്ട്ണർ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ടു ക്യാഷ് ഓർ ബാങ്ക്. ക്യാപിറ്റലിന് വിഡ്രോ ചെയ്ത എമൗണ്ടാണ് ഇവിടെ കാണിക്കേണ്ടത്. അതെല്ലാ പാർട്ട്നേഴ്സും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോളത്തിനും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എടുത്ത ഏത് പാർട്ട്ണറാണോ വിഡ്രോ ചെയ്തത് ആ കോളത്തിൽ മാത്രം. അപ്പോൾ ഈ 3 ഐറ്റംസ് മാത്രമേ ഇവിടെ വരുള്ളൂ. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ മാക്സിമം വരാൻ പറ്റുന്ന ഐറ്റംസ് ഈ 3 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എപ്പോഴും 3 വരണം എന്നില്ല. പുതുതായി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണെങ്കിൽ ഈ ബാലൻസ് ഉണ്ടായിരിക്കില്ല. പുതുതായി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണെങ്കിൽ വെറും ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കൊണ്ടുവന്ന ക്യാപിറ്റൽ ഒരിക്കലും ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് വരില്ല, ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്. അതുപോലെ ഇനി നിലവിലുള്ള ബിസിനസ് ആണെങ്കിൽ തന്നെ ആരും പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഈ ബാങ്കും ക്യാഷും ഉണ്ടായിരിക്കില്ല, ബാലൻസ് ബ്രോട്ട് ഡൗൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വിഡ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ബിസിനസ് ആണെങ്കിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്തായാലും ഉണ്ടായിരിക്കും. നിലവിലുള്ള അതായത് പുതുതായി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആണെങ്കിൽ ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഉണ്ടായിരിക്കില്ല, ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇതിന് ശേഷം ബാലൻസ് ക്രെഡിറ്റ് സൈഡ് അതായത് എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ഡിഫറൻസ് ഈ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. 2 സൈഡും ടോട്ടൽ സെയിം ആയിരിക്കണം. അതായത് ഏത് സൈഡാണോ കൂടുതൽ ആ കൂടുതലുള്ള എമൗണ്ട് തന്നെ ആയിരിക്കണം ഇപ്പുറത്തെ സൈഡിലും ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ കൂട്ടിയത് അതായത് ഈ ടോട്ടലിൻ്റെതും ഇവരുള്ള ഐറ്റത്തിൻ്റെയും ഡിഫറൻസ് ബാലൻസ് ക്യാരിഡ് വന്നിട്ട് ഇവർ ഇടുകയാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വെറും ബാലൻസ് ബ്രോട്ട് ഡൗൺ മാത്രമേ എഴുതാനുള്ളൂ. നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. വെറും ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് മാത്രം ബാലൻസ് ബ്രോട്ട് ഡൗൺ ഇട്ട് കൊടുക്കുക, അതിവിടെ താഴ്ത്തിയിടുക. ഇതേ എമൗണ്ട് തന്നെ ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ ഇട്ട് കൊടുക്കുക, ഇവിടെ താഴ്ത്തിയിടുക. ഓക്കെ, ഈ ബാലൻസ് ക്യാരിഡ് ഓൺ ആയിരിക്കും ഇനിയുള്ള ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് കാണിക്കും. അപ്പോൾ ഒരു പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതൊക്കെ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? പാർട്ട്ണറുടെ നോർമൽ കേസിൽ പാർട്ട്ണറുടെ അക്കൗണ്ടിലാണ് പോകേണ്ടത്. അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എല്ലാ ഐറ്റംസും എഴുതുക. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് ഇങ്ങനെ വരുന്ന അതായത് സാലറി, കമ്മീഷൻ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഈ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് കറണ്ട് ഇയറിൽ വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടത്. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസും സാധാരണയായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഉണ്ടായിരിക്കാം.
അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ലാബിലിറ്റി സൈഡിലുള്ളതിന് കറണ്ട് അക്കൗണ്ടിലേക്ക് പോകുമ്പം ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഇട്ട് കൊടുക്കുക വേണ്ടത്. അതായത് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയാണ്. ബാലൻസ് ഷീറ്റ് നോക്കുക, ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് കറണ്ട് അക്കൗണ്ട് ലാബിലിറ്റി സൈഡിലുണ്ടെങ്കിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് എമൗണ്ട് ഇട്ട് കൊടുക്കുക. ഇനി ലാബിലിറ്റി സൈഡിൽ കറണ്ട് അക്കൗണ്ട് ഇല്ല, അല്ലെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സിന് മാത്രമേ ലാബിലിറ്റി സൈഡിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളൂ എങ്കിൽ എക്കും ബിക്കും മാത്രമേ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കറണ്ട് അക്കൗണ്ടിൽ എമൗണ്ട് ഉള്ളൂവെങ്കിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എക്കും ബിക്കും കറണ്ട് അക്കൗണ്ടിൻ്റെ എമൗണ്ട് ഇട്ട് കൊടുക്കുക. ഇനി സി എന്ന് പറഞ്ഞ പാർട്ട്ണർക്ക് കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ആണെങ്കിൽ അത് നമ്മൾ ഇവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് സിയുടെ കോളത്തിൽ. ഓക്കെ, അപ്പം കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലാണ് ഉള്ളതെന്ന് നോക്കുക. ലാബിലിറ്റി സൈഡിലാണ് ഉള്ളതെങ്കിൽ ഇവിടെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇനി കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഉള്ളതാണെങ്കിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷമാണ് മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ്, അതായത് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇട്ട് കൊടുക്കുക. അതുപോലെ കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ടിൻ്റെ മേലെയാണ് ഇൻട്രസ്റ്റ് വരിക. അതായത് ആ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് വരും. ദെൻ കമ്മീഷൻ, പാർട്ട്നേഴ്സിന് കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ ഈ സൈഡിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി, പാർട്ട്നേഴ്സിൻ്റെ സാലറി, എല്ലാ പാർട്ട്നേഴ്സിനും സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ 3 കോളത്തിൽ ഇട്ട് കൊടുക്കണം. ഒരു പാർട്ട്ണർക്ക് മാത്രമേ സാലറി ഉള്ളെങ്കിൽ ഒരു കോളത്തിൽ മാത്രമേ വേണ്ടൂ. അതെന്തുകൊണ്ടാണ് സാലറി ഒരു പാർട്ട്ണർക്ക് മാത്രം എന്ന് പറയാൻ കാരണം, സാലറി, കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന് കൊടുക്കണം നിർബന്ധമില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട്, അതൊക്കെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കണ്ടൂ, അല്ലെങ്കിൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, അതായത് ഞങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോവുക. പ്രോഫിറ്റ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ, ഇതിപ്പം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട് കറണ്ട് അക്കൗണ്ടിൽ, ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പ്രോഫിറ്റ് പോകേണ്ടത്, അതിവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റമാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്നത് നോക്കാം. ഈ ബാലൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഞാനൊരു മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് ബാലൻസിനും ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ഡാർക്ക് സ്പോട്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് നോക്കിയിട്ട് മാത്രമാണ് ഞങ്ങൾ എവിടെ ഇടണമെന്ന് തീരും. നോർമൽ കേസിൽ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും പാർട്ട്ണർക്ക് ഡെബിറ്റിൽ വരുവാണെങ്കിൽ, അല്ല, നോർമൽ കേസിൽ ക്രെഡിറ്റ് സൈഡിലാണ് വരിക, കാരണം ലാബിലിറ്റി സൈഡിൽ ഉള്ളത് കൊണ്ട്. ഇനി ചില കേസിൽ അസറ്റ് സൈഡിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ പോകും. അതുകൊണ്ട് ഇവിടെ ഡാർക്ക് സ്പോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഡ്രോയിങ്സ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ കാണിക്കും. ഇവിടെ ഡ്രോയിങ്സ് എഗെയിൻസ്റ്റ് ക്യാപിറ്റലാണ്. പ്രോഫിറ്റ് എന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, ഇവിടെ വരുന്ന ഇൻട്രസ്റ്റ് ഡ്രോയിങ്ങാണ് ഇത് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു പാർട്ട്നേഴ്സ്, ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ചാർജ് വരുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡിൽ, ലോസ് ആണെങ്കിൽ ഈ സൈഡിൽ, അങ്ങനെയാണ് കാണിക്കേണ്ടത്. അല്ലാതെ രണ്ട് സൈഡിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ വരില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡിൽ കാണിക്കണം, ലോസ് ആണെങ്കിൽ ഈ സൈഡിൽ കാണിക്കണം. അത് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തിട്ട് 3 ആളെ പേരിലാക്കിയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, ടോട്ടൽ ചെയ്യുക, ഡിഫറൻസ് ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് കാണിക്കുക. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് കാണിക്കുക. ഇനി ഈ സൈഡ് ഈ ബാലൻസ് ക്യാരി ഡൗൺ ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ വരിക. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ ബാലൻസ് ക്യാരി ഡൗണും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഡൗണും അടുത്ത ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ കറണ്ട് അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണിത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.